നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികൾ വിശേഷിപ്പിക്കുന്നത് ഫാസിസ്റ്റ് എന്നാണ്. ഏകാധിപതി എന്നും അദ്ദേഹത്തെ കുറ്റപ്പെടുത്താറുണ്ട്. രാഷ്ട്രീയമായ വിമർശനങ്ങളായിട്ടേ അതൊക്കെ കാണാൻ കഴിയുകയുള്ളൂ. എന്നാൽ നരേന്ദ്രമോദി ഫാസിസ്റ്റ് ആണോ? അങ്ങനെയെങ്കിൽ അദ്ദേഹം ഈ 12 കൊല്ലം തുടർച്ചയായിട്ട് ഇന്ത്യ ഭരിക്കുമോ? ഇന്ത്യ പോലൊരു ജനാധിപത്യ രാഷ്ട്രത്തിൽ അതിന് സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ അതിന് അവസരം ലഭിക്കുമോ? ഈ ചോദ്യത്തിനൊന്നും ആരും ഉത്തരം പറയാറില്ല. പക്ഷേ നരേന്ദ്രമോദി തൻ്റെ ജനകീയ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നു. ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് ജനങ്ങൾക്ക് സുഗമമായ, സ്വൈര്യമായ, സമാധാനപൂർണമായ, ഐശ്വര്യപൂർണമായ ഒരു ജീവിതം ഉണ്ടാകാൻ വേണ്ടി ഒരു ദിവസത്തിൽ 24 മണിക്കൂറിൽ ഏതാണ്ട് 16 മണിക്കൂറിലധികം ജോലി ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നമുക്കുള്ളത്. ഇപ്പോഴിതാ അദ്ദേഹത്തിൻ്റെ സർക്കാർ കാതലായ ഒരു ചുവടുവയ്പ്, ഏറ്റവും പുരോഗമനപരമായ ചുവടുവയ്പ്പുകളിൽ ഒന്ന് നടത്തിയിരിക്കുന്നു. മറ്റൊന്നുമല്ല, അത് രാജ്ഭവനുകളുടെ പേരുകൾ മാറുകയാണ്, അതിൻ്റെ സ്വഭാവം മാറുകയാണ്. നമുക്കറിയാം, രാജ്ഭവൻ എന്ന് പറയുന്നത് ഗവർണർമാരുടെ ഔദ്യോഗിക വസതിയാണ്. ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണം ഗവർണർക്ക് വേണ്ടിയിട്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ നിർവഹിക്കുന്നത്. കാരണം ഈ ഗവർണറെ നിയോഗിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇന്ത്യയുടെ രാഷ്ട്രപതി ഓരോ സംസ്ഥാനങ്ങളിലേക്കും ഗവർണർമാരെ നിയോഗിക്കും. ആ ഗവർണർമാർ രാഷ്ട്രപതിയുടെ പ്രതിനിധിയായി ഫെഡറൽ സംവിധാനത്തിനനുസരിച്ച് നമ്മുടെ നാട് ഭരിക്കും. അദ്ദേഹത്തെ ഭരിക്കാൻ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാ സഹായങ്ങളും സൗകര്യങ്ങളും ചെയ്യുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭരണകൂടമാണ്. ഗവർണർക്ക് വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ക്യാബിനറ്റും ഒക്കെ ഭരണം നിർവഹിക്കുന്നത്. ഭരണപക്ഷവും പ്രതിപക്ഷവും ഗവർണറുടെ അധികാരത്തിൻ്റെ ഭാഗമാണ്. നമുക്കറിയാം രാഷ്ട്രപതിയെ എങ്ങനെ തിരഞ്ഞെടുക്കുന്നു എന്ന് നമുക്കറിയാം. നമ്മൾ തിരഞ്ഞെടുത്തു വിടുന്ന ജനപ്രതിനിധികൾ, നിയമസഭാ സാമാജികർ, അതുപോലെ പാർലമെൻറ്റിൽ ജയിച്ചു വരുന്നവർ, പാർലമെൻറ്റിൽ തന്നെ ലോക്സഭയിലും രാജ്യസഭയിലും ജയിച്ചു വരുന്നവർ, ഈ 3 സഭകളിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രപതിയാണ് കേന്ദ്ര സർക്കാരിനെ ഭരിക്കാനുള്ള ഒരു അവസരം നൽകി കേന്ദ്ര സർക്കാരിനെ മുന്നോട്ട് നയിക്കുന്നത്. നമ്മുടെ സർവ്വ സൈന്യാധിപൻ അല്ലെങ്കിൽ സൈന്യാധിപ കൂടിയാണ് രാഷ്ട്രപതി. ആ രാഷ്ട്രപതിക്ക് വേണ്ടിയിട്ടാണ് ഗവർണർ സംസ്ഥാന ഭരണം നിർവഹിക്കുന്നത്. അങ്ങനെയുള്ള ഗവർണർമാർക്ക് വലിയ പ്രോട്ടോക്കോളുകളുണ്ട്. ഈ ഗവർണർമാർ അങ്ങനെ എല്ലായിടത്തും ഇറങ്ങി നടന്ന് എല്ലാ കാര്യങ്ങളിലും തലയിട്ട് എല്ലായിടത്തും അഭിപ്രായം പറഞ്ഞ് മുന്നോട്ട് പോകുന്നവരല്ല. വളരെ കാര്യമാത്ര പ്രസക്തമായി മാത്രമേ ഗവർണർമാർ സംസാരിക്കാറുള്ളൂ. അവർ അത്തരം ചടങ്ങുകളിലേ പങ്കെടുക്കാറുള്ളൂ. ഗവർണർ പങ്കെടുക്കുന്ന ചടങ്ങിൽ ആരംഭത്തിലും അവസാനത്തിലും ദേശീയ ഗാനം നിർബന്ധമാണ്. ഗവർണർ എല്ലാവരും, ആ ചടങ്ങിൽ പങ്കെടുക്കേണ്ട എല്ലാവരും അവിടെ വന്നതിന് ശേഷം മാത്രമേ ഗവർണർ അവിടേക്ക് വരാൻ പാടുള്ളൂ. അതുപോലെ ഗവർണർ ആ ചടങ്ങ് പൂർത്തിയാക്കി ദേശീയ ഗാനവും കഴിഞ്ഞ് അവിടുന്ന് യാത്രയായതിനു ശേഷം മാത്രമേ മറ്റുള്ളവർ ആ ചടങ്ങ് വിട്ട് പുറത്തു പോകാൻ പാടുള്ളൂ. ഇതൊക്കെ ഇതിൻ്റെ ചില ചിട്ടകളും വട്ടങ്ങളും ഒക്കെയാണ്. കാരണം അത്ര പരമോന്നതമായ ഒരു പദവിയാണ് ഗവർണർ പദവി എന്ന് നാം കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു. അങ്ങനെയുള്ള ആ ഗവർണർമാരുടെ ശൈലിയിൽ ചില മാറ്റങ്ങൾ വരുത്താൻ, അവരുടെ പ്രവർത്തന ശൈലിയിൽ ചില മാറ്റങ്ങൾ വരുത്താനാണ് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ചില നിർദ്ദേശങ്ങളുമൊക്കെ വന്നിട്ടുണ്ട്. അതിൽ ചർച്ച ചെയ്ത് ചില കാര്യങ്ങളിൽ തീരുമാനമായിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേത് ഈ രാജ്ഭവൻ എന്നുള്ള പേര് മാറ്റുകയാണ്, ലോക് ഭവൻ എന്നാക്കുകയാണ്. അതായത് ജനങ്ങളുടെ ഭവനം, ലോകരുടെ ഭവനം എന്ന അർത്ഥത്തിൽ, ജനങ്ങളുടെ ഭവനം എന്ന അർത്ഥത്തിൽ, പൗരന്മാരുടെ ഭവനം എന്ന അർത്ഥത്തിൽ അത് ലോക് ഭവൻ എന്നാക്കി മാറ്റുകയാണ്. മാത്രമല്ല, ആ രാജ്ഭവൻ ആർക്കും കടന്നു ചെല്ലാം. നിലവിൽ അത്ര പെട്ടെന്ന് രാജ്ഭവനെ നമുക്ക് സമീപിക്കാൻ കഴിയില്ല. നമുക്ക് വളരെ കൃത്യമായിട്ട് മുൻകൂട്ടി അനുവാദം വാങ്ങി എന്തിനാണ് വരുന്നതെന്ന് അറിയിച്ച് ഒക്കെയാണ് രാജ്ഭവനിൽ ചെല്ലേണ്ടത്. പക്ഷെ ഇവിടെ ഇനിയിപ്പോൾ അങ്ങനെയല്ല. ആർക്കെങ്കിലും എന്തെങ്കിലും പരാതി സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചോ സംസ്ഥാനത്തെ ഭരണ സംവിധാനത്തെ സംബന്ധിച്ചോ ഉണ്ടെങ്കിൽ അത് നേരിട്ട് രാജ്ഭവനിൽ ബോധിപ്പിക്കാം, പരാതി കൊടുക്കാം. അതിനുള്ള പുതിയ സംവിധാനങ്ങളൊക്കെ വരികയാണ്.
ഈ രാജ്ഭവൻ എന്നുള്ള പേര് മാറ്റി ലോക് ഭവൻ എന്നാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. രാഷ്ട്രപതിയുടെ ഉപദേശം തേടി അതിനുള്ള അനുമതിയൊക്കെ കിട്ടി. മോദി സർക്കാർ അങ്ങനെ പേര് മാറ്റത്തിന് തുടക്കമിട്ടപ്പോൾ ആദ്യം പേരുകൾ മാറ്റാൻ തിരഞ്ഞെടുത്തത് രണ്ട് സർക്കാരുകളെയാണ്, രണ്ട് സംസ്ഥാനങ്ങളെയാണ്. ഒന്ന് ബംഗാൾ, മറ്റൊന്ന് ആസാം. നമുക്കറിയാം ബംഗാളിൽ ഇപ്പോൾ മലയാളിയായ ഗവർണർ CV ആനന്ദ് ബോസാണ് ബംഗാൾ ഗവർണർ. അവിടെ വിജ്ഞാപനം വന്നു, ഗവർണർ തന്നെ വിജ്ഞാപനം പുറത്തിറക്കി. അവിടെ പേര് മാറ്റി, ഔദ്യോഗിക വസതി ഗവർണറുടെ ഓഫീസ് ഇനി മുതൽ ലോക് ഭവൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ഈ ജനകീയ ഭരണത്തിൻ്റെ ഒരു സൂചന നൽകിക്കൊണ്ട് 2023 മാർച്ച് 27 രാഷ്ട്രപതി ദ്രൗപദി മുർമു തന്നെ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയെ രാജ്ഭവൻ്റെ താക്കോലിൻ്റെ പ്രതീകം കൈമാറി ഈ ഒരു ശൈലി മാറ്റം ഉദ്ഘാടനം ചെയ്തിരുന്നു. ഇതൊക്കെ അന്ന് വലിയ വാർത്തയായതാണ്. ആസാമിലും സമാനമായിട്ട് തന്നെ രാജ്ഭവൻ്റെ പേര് മാറ്റി ലോക് ഭവൻ എന്നാക്കി. വൈകാതെ കേരളത്തിലും രാജ്ഭവൻ്റെ പേര് മാറ്റി ലോക് ഭവൻ എന്നാക്കും. അതിൻ്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ഇത്തരത്തിൽ ഒരു ജനകീയ മുഖം തൻ്റെ സർക്കാരിനും തൻ്റെ പ്രവർത്തനങ്ങൾക്കും നൽകി പോരുന്ന ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ന് നമ്മുടെ നാട് ഭരിക്കുന്നത് എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. അദ്ദേഹം തികച്ചും ജനകീയമായ നടപടികളിലൂടെ മുന്നോട്ട് പോകുന്നു. ഇത്രയും കാലം നമ്മൾ കരുതിയിരുന്നത് ഗവർണർ എന്ന് പറയുന്നത് നമ്മുടെ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അങ്ങനെയല്ല. അദ്ദേഹം പ്രോട്ടോക്കോളൊക്കെ പലപ്പോഴും അത്ര കാര്യമാക്കാതെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന ഒരു ഗവർണർ കൂടിയാണ്. സാധാരണ ഗവർണർമാരെ നമ്മൾ ദന്തഗോപുരങ്ങളിൽ കഴിയുന്നവർ എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ മുന്നിൽ അത് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നതും. ഹിസ് എക്സലൻസി തുടങ്ങിയ പ്രയോഗങ്ങളൊക്കെ പഴയ ബ്രിട്ടീഷ് സാമ്രാജ്യത്വ ശേഷിപ്പുകൾ അല്ലെങ്കിൽ രാജഭരണ ശേഷിപ്പുകൾ അത്തരത്തിലൊക്കെ നമ്മളിപ്പോഴും ഗവർണറുടെ കാര്യത്തിൽ പ്രസിഡന്റിൻ്റെ കാര്യത്തിലൊക്കെ തുടർന്നിരുന്നു. പക്ഷെ നമ്മുടെ പല മുൻ പ്രസിഡന്റുമാരും അതൊക്കെ വേണ്ടെന്ന് വയ്ക്കാൻ തയ്യാറായിരുന്നു. അത് രാഷ്ട്രപതിയുടെ അല്ലെങ്കിൽ ഗവർണറുടെയൊക്കെ വിവേചനാധികാരമാണ്. അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അധികാരമുണ്ട്. അത്തരത്തിൽ ചിലരൊക്കെ അത് വേണ്ടെന്ന് വെച്ചിരുന്നു. ഇനിയിപ്പോൾ അതൊക്കെ മാറണം. കാരണം അതൊക്കെ പഴയ കാലത്തെ ഈ പറഞ്ഞതുപോലെ ചില ഫ്യൂഡൽ സാമ്രാജ്യത്വ വ്യവസ്ഥയുടെ ഭാഗമായിട്ടുണ്ടായിരുന്നതാണ്. ഇന്ന് എല്ലാ പൗരന്മാരും തുല്യരാണ് എന്ന് നമ്മൾ ഭരണഘടനയിലൂടെ ഉറപ്പു നേടിയിട്ടുണ്ട്. അങ്ങനെ ഒരു പരിഷ്കൃതമായ നാഗരികതയിലേക്ക് പരിപൂർണമായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്ന നമ്മൾ തീർച്ചയായിട്ടും ഇക്കാര്യത്തിലൊക്കെ മാറ്റം വരുത്തേണ്ടതാണ്. കാലോചിതമാണ് ആ മാറ്റം. അത് മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് നമ്മുടെ പ്രധാനമന്ത്രി അതിനു വേണ്ടുന്ന നടപടികൾ എടുക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും അതിനകത്ത് സന്തോഷിക്കാൻ കഴിയുന്ന കാര്യം. അതുകൊണ്ട് തന്നെ ഈ ഗവർണറുമായി ബന്ധപ്പെട്ട ഈ മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഒരു നല്ല സൂചന നൽകുന്നു. മാത്രമല്ല ജനങ്ങൾക്ക് പരാതികളുണ്ടെങ്കിൽ ഏറ്റവും ഒരു ഉയർന്ന സംസ്ഥാനത്തിൻ്റെ ഏറ്റവും ഉയർന്ന അധികാരി എന്ന ഒരു പദവിയിലിരിക്കുന്ന ആളിന് നേരിട്ട് കണ്ട് ആ പരാതി കൊടുക്കാനും അല്ലെങ്കിൽ അത് സംബന്ധിച്ച കാര്യങ്ങൾ സംസാരിക്കാനും രാജ്ഭവനുകൾ ലോക് ഭവനുകളായി മാറുമ്പോൾ ജനങ്ങൾക്ക് കൂടുതൽ ഗവർണറുമായിട്ട് ഇടപഴകാനും ഗവർണർക്ക് തിരിച്ച് ജനങ്ങളോട് ഇടപഴകാനും ഒക്കെ കിട്ടുന്ന ഒരു അവസരം കൂടിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും ലോക് ഭവനായി മാറിയാലും ആ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒന്നും അയവ് വരും എന്നെനിക്ക് തോന്നുന്നില്ല. അത് കൃത്യമായിട്ട് നേരത്തെ ഉള്ളതുപോലെ തന്നെ തുടരും. പൊതുജനങ്ങൾ, നമ്മുടെ പൗരന്മാർ അതുമായി സഹകരിക്കേണ്ടതാണ്. എന്തായാലും ഈ രാജ്ഭവൻ മാറ്റി ലോക് ഭവൻ എന്നാക്കുന്ന തീരുമാനത്തെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാതിരിക്കാൻ കഴിയില്ല.